എനിക്കും യാത്ര പോയതൊന്നല്ല. അല്ല, എന്റെയൊക്കെ കാലത്തുള്ളതാ. ഇങ്ങോട്ട് ഇറങ്ങി ഇനി തീമല എന്നാ വേറെ വണ്ടി കൂടി നടത്തും. ഒന്ന് വെക്കുമോ ഒന്ന് തെടുക്കാൻ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പരിപാടികളൊന്നും ഇല്ല നിങ്ങൾക്കൊന്നും. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ആശു ഒന്ന് വീട്ടിലുള്ള ദിവസം. ആശു കുറേ ദിവസമായിട്ട് പറയും നമ്മൾ പുറത്തെവിടെങ്കിലും പോവുക അങ്ങനെയൊക്കെ പറഞ്ഞേ. മാളുകള്, അതെ. ഞാനൊക്കെ അല്ലേ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മള് ഒഴിവുള്ള ദിവസം കളിക്കാൻ മാത്രമേ പോകൂ. ഇന്നെയൊക്കെ ഉമ്മ ഇപ്പൊക്കെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയും എനിക്ക് കളിക്കണം, ചെക്കന്മാരെ പേരെ കളിക്കാനാക്കി പോകണ്ടേ, ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ എന്നോട് കളിക്കാൻ എവിടെയെങ്കിലും പോവുക, അതല്ലെങ്കിൽ ഊട്ടി പോവുക, മൈസൂർ പോവുക എന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിലെന്തോ വൈലത്തെ കളിയായിരുന്നു. പക്ഷെ അങ്ങ് പോലെ നിങ്ങളുടെ കാലം കളിക്കാൻ കൊറേ ആൾക്കാരില്ല. എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് എനിക്ക് ആരും അങ്ങനെ ഇല്ല അതിന് കളിക്കാന്. അങ്ങാവുമ്പോ അമ്മന്റെ മക്കള് കൊറേ ആളുണ്ടായി. അത് ശരിയാണ്, ഷെമി പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. ഫസ്റ്റ് എനിക്കും പ്രയോറിറ്റി കൂടുതൽ ഇഷ്ടം കസിൻസിന്റെ കൂടെ കളിക്കാൻ, അതതിന് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങ് പോകാൻ വേണ്ടിട്ട്, അത് ഉമ്മന്റെ ഏട്ടത്തിന്റെ എന്റെ വീട്ടിലൊന്നും സിനിമയൊന്നും വെക്കൂല. അപ്പോൾ ഓനെന്തൊക്കെ കച്ചറുണ്ടാക്കി, ആടെയും വെക്കുകയൊന്നുമില്ല. പക്ഷെ ഓൻ കച്ചറുണ്ടാക്കി എങ്ങനെങ്കിലും ഏതെങ്കിലും കുഞ്ഞിക്കൂനൊക്കെ അല്ലേ പഴയ സിനിമ. യാത്ര പോയതൊന്നല്ല. ആ അല്ല, എന്റെയൊക്കെ കാലത്തുള്ളതാ. അപ്പോ അങ്ങനെ ഞങ്ങൾ എന്താക്കും, അപ്പൊ അന്ന് ഞങ്ങൾ അത് കാണും. ഭഗവതി വിജയിന്റെ ഫാനായി ഞങ്ങളൊക്കെ, വിജയിന്റെ ഫിലിം കാണും. അപ്പൊ അതിന് വേണ്ടിട്ട് കൂടുതലും കുറച്ചുകൂടി ബേക്കോട്ട് പറയല്ലാണ്ട് അന്റെ മറ്റേ എന്റെ ഇതില്ലേ അങ്ങ് എത്തിപ്പോവും. നസീറില്ലേ, പണ്ടത്തെ സിനിമ എന്റെ വാപ്പയൊക്കെ പറയുന്നേക്കാം. അല്ലോ സത്യം വായിച്ചൊക്കെ പറയുന്നേക്കാം. അല്ലാണ്ട് എനിക്കറിയൂല. പാട്ട് അത് പാടത്തക്കിളി മാടത്തക്കിളിന്നോ, പാടത്തക്കിളി മാടത്തെന്തു വിശേഷം ചൊല്ലുക, എന്തു വിശേഷം. ഓക്കെ, അപ്പം നമ്മളൊക്കെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, കസിൻസിന്റെ വീട്ടിൽ പോവുക അങ്ങനെയൊക്കെ. കുറച്ച് നമ്മൾ ബാക്കോട്ട് ഒന്ന് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഓർത്തു പോയി പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗെയിം കളിക്കുക, അതുപോലെ തന്നെ ഇപ്പം മാള് പോവുക, ബീച്ചും ഉണ്ടല്ലേ, ഉണ്ടണ്ട. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ മാളിലേക്ക് പോവാന്ന് വിചാരിച്ച്. എനിക്ക് ഒരു ബീച്ച് പോലും ഓർമ്മയില്ല. കളിക്കണം തന്നെ. അവിടെ ഒരു കാപ്പിമരണ്ടായിന്, കാപ്പിമരത്തുമ്മ കേറിയിട്ട് പോകുമ്പോ അഴിമ കേറിയാ പോരുമ്പോഴാണ് കൂട്ടി പോരല്ലേനു. തിന്നണോ കുടിക്കണോ ഒന്നും ഓർമ്മയില്ല. അത്രയും രസമായിന്. പോരുമ്പോ കൊറേ പറിച്ചിട്ട് തട്ടത്തിന് ഡ്രസ്സിന്റെ കയ്യിലൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഷെമി പഴയ ചിന്തയിലേക്ക് ഒന്ന് പോയില്ലേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ആ ഒരു കാര്യങ്ങൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഏതായാലും ഞങ്ങള് ഇപ്പം ഹൈലൈറ്റിലേക്കോ എങ്ങോട്ടെങ്കിലും പോകാന്നാ വിചാരിക്കുന്നത്. അപ്പൊ പോണ സമയത്ത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പാത്രം ഒന്ന് മാറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഷെഫി വാങ്ങി തരാണ് ഞാൻ മാറ്റുമെന്ന്. അതെ, അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളാണുള്ളത്. അപ്പം ഇൻഷാ അല്ലാ പോയി നോക്കട്ടെ, നമ്മള് മാറ്റുമോ എന്നുള്ള കാര്യം, മാറണോ എന്നുള്ള കാര്യമൊക്കെ നോക്കട്ടെ. അപ്പൊ ഏതായാലും നല്ല മോഡലുകൾ ഏതാന്ന് ഇങ്ങനെ ഷെമി ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വെറുതെ ആണ്, അവിടെ പോയാൽ ഏതെങ്കിലും ലോട്ട പാത്രം എടുത്ത് വരും. അതാപ്പം ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒന്നും നോക്കല്ല ഞാൻ. ഡ്രസ് പക്ഷെ ഇനി ഇതൊക്കെ നോക്കണം കേട്ടോ, കാരണം ഇത് വൃത്തിയാ. ഐശു പോണ്ടേ, മാളിൽ പോണ്ടേ, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ വിളിക്കൂ അല്ലേ. അപ്പൊ ഏതായാലും കേസ് നമ്മളേതായാലും പാത്രങ്ങൾ നോക്കണം. അപ്പൊ ഏതായാലും നമ്മള് പോയിട്ട് പാത്രപ്പുര പക്ഷെ മാറി ഇവിടെ പാർക്കിങ്ങിൽ എത്തിയപ്പം ഇവര് ഈ വരകൾ പോക്കി തരുന്നതായിരുന്നു. അപ്പൊ നമ്മള് ടെസ്റ്റ് അടിക്കുക. ഇത് പോകുന്ന അറിയുന്ന ചെന്നൈ കുറച്ചും കൂടെ നാള് പെർഫ്യൂം ഒന്നുമില്ല.
ഞാനാണെങ്കിൽ മൊത്തം വരകളൊക്കെ ഒന്ന് പോക്കാൻ എത്ര ये बोतल कितना राइट 1499 वो 1500 रुपये ने 1 year's packet sir. ശനിയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാൻ. അപ്പൊ കേസാക്കുന്നൊക്കെ ഇവിടെ എത്തിയപ്പോൾ ക്ഷമ ഇതാക്കുന്ന സാധനത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരക്കം പാച്ചില്ലാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് അതില്ലേ കളറ് പോണ കാർമലൊക്കെ വരയിന് കഴിഞ്ഞാൽ അതുപോലെ അടിച്ചിട്ട് ഇങ്ങനെ പോക്കുന്ന സമയത്ത് കളറ് പോവുക. പക്ഷെ അതിന്റെ റേറ്റ് 1499. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓലെ കയ്യിലുള്ളത് പോലെ അത്ര പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അതിനെ കുറിച്ച് അറിയൂല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് നമ്പർ വാങ്ങിക്കും, ഞാൻ അവരോട് വിളിച്ചിട്ട് ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കാർമൽ നല്ല വര ആരോഗ്യ വരകൾ കുറെ ഉണ്ട്. അപ്പം എന്താ പറയാ നോക്കിയിട്ട് വാങ്ങാന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ നമ്മള് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിലിങ്ങനെ വർത്താൻ പറഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഏതായാലും ആവശ്യം നമുക്ക് എന്തൊക്കെ വേണ്ടി, നമ്മൾ ഏതാ വേണ്ടി, ആവശ്യത്തിന് കെറ്റില് വേണ്ടേ, ഇത് വേണ്ടേ, കെറ്റിലല്ലേ ജഗ്. ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 1699 700 റുപ്യ വില ഉണ്ടല്ലോ അതിനൊക്കെ. ഏതോ കിട്ടിയോ? റെഡിയായോ? നമുക്ക് ഉപ്പിനും കുരുമുളകും ഐശു ഇനി ഈമന്ന് ഇങ്ങോട്ട് ഇറങ്ങും. ഇനി ദീമന്ന് ഇങ്ങോട്ട് ഇറങ്ങും. ദീമന്ന് ഇറങ്ങും. ബാ ഇങ്ങോട്ട് ഇറങ്ങും. ഇനി ദീമല് എന്നാ വേറെ വണ്ടി കൂടി നടത്തോ. ഒന്ന് വെക്കോ ഒന്ന് എടുക്കാൻ. എന്ത് വണ്ടി ഇതെടുക്കാൻ കേട്ടോ, എടുക്കാൻ കേട്ടോ. അത് നമുക്ക് എടുക്കാം. ഇനി എടുക്കണ്ട, ഡാറി എടുത്തോളൂ കേട്ടോ. ഉപ്പിനും കുരുമുളകിനും ഇതോ ഇതിന്റെ വേറെ ഏതാണ്ട് നോക്ക് കളർ. വൈറ്റ് വാങ്ങിക്കും. വൈറ്റ് വുഡ് അതല്ല നല്ലേ ക്ഷമയായി വാങ്ങുമ്പോ വൈറ്റ് വുഡ് അത് എങ്കിലും നല്ല രസം ഉണ്ടാകും അല്ലേ. നല്ല രസം ഉണ്ടാകും. വൈറ്റോ വുഡോ അത് ആവാനാണ് ചാൻസ്. പിന്നെ അല്ലാത്ത ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കിഷ്ടം വൈറ്റോ വുഡോ രണ്ടിലേതോ ആണ് ഇഷ്ടം. വൈറ്റ് വാങ്ങിക്കൂട്ടോ എന്നാല്. വൈറ്റോ വുഡോ നമ്മൾ എടുക്കുന്നത് വുഡിന്റെ കളറാണ്. ആണല്ലേ, ഇതൊരു വുഡിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ, ചെറിയ ടച്ച്. ഇത് രണ്ടും എടുക്കാം. പിന്നെ അതുപോലെ ഈ സാധനത്തിനൊക്കെ ഉണ്ട് ഈ ബ്രോ ഇതുമേലൊക്കെ ഉണ്ടോ ഗോൾഡൻ ആയിട്ടുള്ള ലൈൻ വരുന്നത്. അത് അങ്ങനെ വരുന്നതിമേൽ ഉണ്ടാവുമോ ഒരു ഗോൾഡൻ സാധനം ഇങ്ങനെ റൗണ്ടിൽ വരുന്നത്? ഓ വാങ്ങിത്തരട്ടോ. നമുക്ക് ഏതായാലും ഇവിടെ ഉള്ളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് വാങ്ങാം അല്ലേ. അങ്ങനെ വരുന്നില്ല അല്ലേ. പ്ലേറ്റുമേ ഉണ്ടാവില്ല അല്ലേ. പ്ലേറ്റും ഗ്ലാസ്സും ഇതാ ഞാൻ ഉദ്ദേശിച്ചതാക്കണുണ്ടോ. ഇതിൻ്റെയൊക്കെ ടോപ്പിൽ കണ്ടോ ഗോൾഡ് വരുന്നത്. ഇതാ കണ്ടോ, ഇതാ ഇതിൻ്റെയൊക്കെ ടോപ്പിൽ ഗോൾഡ് വരുന്നത്. ഇത് സിൽവറാ അല്ലേ, ഗോൾഡ് അല്ല. ഇത് ഗോൾഡ് ഇങ്ങോട്ട് ആയില്ല, ആണേ ഉള്ളൂ. നമ്മളൊരു കത്രിക എടുക്കണ്ടേ? എടുക്കണോ? കത്രിക അല്ലാതെ മതി. അപ്പൊ കത്രിക ഉള്ളത് പോരെ. എത്ര റേറ്റ് ഉണ്ട്? 1500 കിട്ടുന്നുണ്ട്. 690. ഇതെന്തായിരിക്കുമല്ലോ സാധനം. ഇത് മോഹൻലാലിന് അതിര് അങ്ങോ സൈഡോട്ടാ പോണത്. തട്ടല്ല എന്റെ അളിയ. എത്ര രൂപ സാധനം നമ്മളിപ്പോ വാങ്ങിയ ക്ഷമേ? 8,000 സംതിങ് ഉറുപ്പ്യ സാധനം വാങ്ങി. അങ്ങോട്ടത് ഇത് പിന്നെ ഇങ്ങോട്ട് പോണേ. ഇതാ നമ്മളെ വണ്ടിൻ്റെ അടുത്തത്. ഇതിലെ വെട്ടിക്കുക. ഇതൊന്താനല്ല വാ ആവശ്യം അവിടെ തന്നെ ഇരിക്കട്ടോ. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ബേക്കിൽ വെക്കണോ എവിടെ വെക്കുക? ഇവിടെ വെക്കുക. ഇതോ ഇത് ലാസ്റ്റ് വെക്കാം. അപ്പൊ ഈ സാധനങ്ങൾ ഓരോന്നായിട്ട്. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ വിചാരിക്കാണ്ട് എനിക്ക് കിച്ചണിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. സത്യം പറയാട്ടോ, ഇന്ന് രാവിലെ ഒരു 11 മണി വരെ ഒന്നും ഇങ്ങനെ സാധനം വാങ്ങുന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. 11:45 ആയപ്പോ എന്നോട് പറഞ്ഞ് അത് ആയിഷു അപ്പളാ പറയുന്നേ നമ്മൾ എവിടെയെങ്കിലും പോണം. വിലണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പൊ എന്നോട് ക്ഷമി ഞാൻ ഫുഡൊക്കെ പകുതി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ക്ഷമി എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനം വാങ്ങണമെങ്കിൽ ഇപ്പൊ പോന്നാല് കിട്ടും. ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് പറ്റൂല പറഞ്ഞു. അതാണ് വിചാരിച്ച മനസ്സ് മാറുന്നതിൻ്റെ അടുക്ക് വേഗം പോരാന്ന്.
പിന്നെ അത്യാവശ്യം നല്ല പൈസ അയക്കുന്നുണ്ടോ. വാങ്ങിയത് കുറച്ചാണെങ്കിലും പിന്നെ ഫുള്ള് സാധനം ആയിട്ടൊന്നുമില്ല. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ മാറ്റിയെടുക്കാം. അത്രയും എല്ലാ സാധനവും ഒരുത്തി പോയാൽ കിട്ടുകയില്ല. നമ്മൾ വിചാരിച്ചോണ്ട് അതന്നെ ഒരു ദിവസം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കൊറേ തരാനൊക്കെ ഉണ്ടാകുമല്ലോ. ഇതന്നെ കൊറേ പൈസയായി. നല്ല പൈസ അയക്കുന്നുണ്ടോ. അത്രയൊക്കെ പൈസ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാനാണെന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കാം പൈസ ഉണ്ടാവിക്കല്ലോ. ഇന്നലെയൊക്കെ നല്ല ടൈറ്റ് ആയിരുന്നു പറഞ്ഞത്. ആംബുലൻസ് അപ്പം ഇനിയിപ്പോ കുറച്ച് സാധനമൊക്കെ കിട്ടിയാണ് ആ ഒരു അഹങ്കാരത്തിൽ ഇങ്ങനെ പോരാ. പിന്നെ ചായ ഒന്നും വാങ്ങാൻ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഇതൊന്നും നടന്നില്ലെന്ന്. എൻ്റെ ഭാഗത്തെ വാങ്ങിക്കൊടുക്കാന്ന് ചായ ഷെമിന്റെ ഇതൊക്കെ ഓട്ടോക്കാരൻ അങ്ങോട്ടൊക്കെ എടുത്തേക്ക് കണ്ടോ. ഓട്ടോക്കാരനെ പറയാണ്ട പോയിക്കോട്ടെ. മഴയൊക്കെ ആവുമ്പോ ആംബുലൻസ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ വിടൂല. മഴ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാനൊന്ന് മിണ്ടാണ്ടായി പോയി. ഞാൻ 2-3 പ്രാവശ്യം കയറിക്കുന്നു. അതല്ല ആംബുലൻസ് ആയിട്ട് ആംബുലൻസ് വരുന്നുണ്ട്. പക്ഷെ ഒരാൾ സൈഡ് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ കയറിയിരിക്കും. ഞാൻ എന്റെ ഒരു കമ്പനിക്കാരന് ആക്സിഡന്റ് പറ്റിയിട്ട് ഭയങ്കര ഇതെന്നാട്ടോ. ഞാൻ എടുത്ത് വിടാൻ അങ്ങനെ പോകേണ്ടത് മെഡിക്കൽ കോളേജിൽ കഴിക്കുവോ അവസ്ഥ ഇപ്പൊ എന്താണെന്നൊന്നും അറിയൂല. ഞാൻ മിണ്ടാണ്ടായി പോയി കുറച്ചു നേരം. രണ്ടാമത്തെ പോണ എന്താ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടാവും. ഈ മഴക്കാലാവുമ്പോ എല്ലാരും ഒന്ന് കരുതണം കേട്ടോ വണ്ടിമ പോകുമ്പോ. കാരണം സ്ലിപ്പായി പിന്നെ നമ്മളെ മാത്രം തെറ്റുകൊണ്ടൊന്നല്ല ആക്സിഡന്റുകളൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ നല്ലോണം പോയേക്കും. വേറെ വണ്ടി ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലും എല്ലാരും ഒരുപോലെ വിചാരിക്കൂലല്ലോ. തിരക്കാരേക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്റെ വക ചായ വേണമെന്നാണ് പറയുന്നത്. വാങ്ങി തരികയാണെങ്കിൽ നന്നായി. ഏറ്റവും വില കുറഞ്ഞിടത്തേക്ക് വീട് വണ്ടി. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നമ്മള് ഇനി വീട്ടിലെത്തിയിട്ട് നമ്മൾ ചായ കുടിക്കട്ടെ. തലവേദന ആണല്ലേ. കുറെ നേരം ഇങ്ങനെ തിരിഞ്ഞടിച്ചിട്ടൊരു വേദന അല്ലേ. അപ്പൊ പുതിയ പാത്രങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയില് കാണാം ഇൻഷാല്ലാ. ഓക്കെ ബൈ ബൈ. ഏതാ വൈബ്? മഴ, ചായ, ഷെമി എന്റെ ഇതിലാട്ടോ ഇന്നത്തെ ചെലവ്. ഇന്നത്തെ ഓ അതിന് ചായ പഴംപൊരിന്ന് തീർത്തിക്കല്ലേ. ഞാൻ പഴംപൊരി വേറാണോ? കുറച്ച് തിന്നോന്നോ? ഇനി പക്ഷെ കുറച്ച് തിന്നോ. സൂക്കേട് വരുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? പക്ഷേ അതിനെ രസമുണ്ടോ?